Hello! Chapter 11 Making Things. You must have seen or used a pot for storing water. You have also seen a gulak or piggy bank, bird bath, cup, and so many such things at home and around you. Have you ever wondered what these things made of? Who has made them and how? ഈ സാധനങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? They are made of clay or mud. Who has made them and how? മണ്ണ് ഉപയോഗിച്ച് ഈ വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്ക് പറയുന്ന പേരാണ് പോട്ടർ. ക്ലേ ഓർ മഡ് കൊണ്ട് ഉണ്ടാക്കുന്ന വസ്തുക്കൾ ഉണ്ടാക്കുന്ന ആളുടെ പേരാണ് പോട്ടർ. A potter's family. In a town by the seaside, Minnie watched her apoopan grandfather making a pot. ഓക്കെ, അപ്പം മിനി ഒരു മലയാളി കുട്ടിയാണ്, അതുകൊണ്ടാണ് അവളുടെ ഗ്രാൻഡ് ഫാദറിനെ അപ്പൂപ്പൻ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പൊ അവളുടെ അപ്പൂപ്പൻ ഒരു പോട്ട് ഉണ്ടാക്കുന്നത് മിനി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. He would take the clay and make it wet. അദ്ദേഹം കുറച്ച് ക്ലേ എടുത്തിട്ട് അതിനെ നന്നായി നനച്ചു കൊടുത്തു. He would add enough water to make the consistency he needed. അദ്ദേഹത്തിന് വേണ്ട കൺസിസ്റ്റൻസി ആവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ടോ then he pounded it well. നന്നായിട്ട് ഇടിച്ചിടിച്ച് അതിൻ്റെ ഉള്ളിലുള്ള വലിയ വലിയ കല്ലുകളൊക്കെ ഒഴിവാക്കി അതിനെ നന്നായിട്ട് ഇടിച്ച് കുഴയ്ക്കാനുള്ള പോലെ ആക്കിയെടുത്തു. He made sure that the clay was neither too watery or too dry. എങ്ങനെയുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് അദ്ദേഹത്തിന് വേണ്ടത്? നീദർ ടു വാട്ടറി, വെള്ളം കൂടുതലാക്കാനും പാടില്ല, അതുപോലെ കൂടുതൽ ഡ്രൈ ആയി പോവാനും പാടില്ല. He needed the clay like dough. നിങ്ങൾ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ കുഴച്ചെടുത്തു. Finally, he put the clay on a stone wheel and shaped it by spinning it. അതിനുശേഷം അത് ഇതേപോലെ സ്പിൻ ചെയ്യുന്ന ഒരു വീലിന്റെ മുകളിൽ വെച്ചിട്ട് അതിന് ഒരു പാത്രത്തിന്റെ ഷേപ്പ് കൊടുത്തു. When the pots were dried, അങ്ങനെ പാത്രത്തിന്റെ ഷേപ്പ് ഒക്കെ ആക്കിയതിന് ശേഷം അത് വെയിലത്ത് വെച്ച് ഉണക്കി. വെയിലത്ത് വെച്ച് ഏകദേശം ഉണങ്ങി കഴിഞ്ഞു എന്ന് കണ്ടപ്പോ അമ്മു, മദർ, മിനിയുടെ അമ്മയാണ് അമ്മു. അമ്മു moved them into a very hot fire burning inside a big oven. കണ്ടോ, നമ്മുടെ വീട്ടിനുള്ളിലൊക്കെ ഉള്ള കുഞ്ഞു ഓവനെ പോലെ ഇവര് പോട്ടേഴ്സ് ഈ ഒരു പാത്രങ്ങളൊക്കെ ബേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വലിയ ഓവൻ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ തീ കത്തുന്നത് കണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് ഡ്രൈ ആയിട്ടുള്ള വെസൽസ് വെച്ചു കൊടുത്തു. The potter's oven is called a kiln. എന്താണ് അതിന്റെ പേര്? Kiln. This fire would bake the pot. ഈ ഒരു കിന്നാണ് പോട്ടിനെ ബേക്ക് ചെയ്തെടുക്കുന്നത്. കേക്ക് ഒക്കെ ബേക്ക് ചെയ്യാന്ന് കേട്ടിട്ടുണ്ടല്ലേ? അല്ലെ, ലിക്വിഡ് ആയിട്ടുള്ള മാവ് ഒഴിച്ചിട്ട് അവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കും. അതുപോലെ തന്നെയാണ് പാത്രങ്ങൾ വെയിലത്ത് വെച്ച് ഉണക്കി അത് കിന്നിലിട്ട് ചുട്ടെടുക്കും. Then the pot was ready for use. Apoopan, Ammu and other family members made some patterns on some of the pots to make the pot look even more beautiful. ഇവരുണ്ടാക്കിയിരിക്കുന്ന പോട്ട്സ് കണ്ടില്ലേ, അതൊക്കെ റെഡി ആയതിനു ശേഷം അതിനെ ഇനിയും ഭംഗിയാക്കാൻ വേണ്ടി അതിൽ കുറേ പാറ്റേൺസും അവർ ആഡ് ചെയ്തു. ഡിസ്കസ് വാട്ട് ആർ പോട്ട്സ് യൂസ്ഡ് ഫോർ. എന്തിനൊക്കെയാണ് ഈ പോട്ട്സ് യൂസ് ചെയ്യുക? Pots are used for storing water, cooking, serving food and as decorative items. ഇത് മാത്രമല്ല വേറെയും പല കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന ആൻസർ നിങ്ങൾക്ക് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് അതർ കൈൻഡ്സ് ഓഫ് തിങ്സ് ഡു പോട്ടേഴ്സ് മേക്ക്? പാത്രങ്ങൾ അല്ലാതെ അല്ലെങ്കിൽ പോട്ട്സ് അല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് പോട്ടേഴ്സ് ഉണ്ടാക്കുക? പോട്ടേഴ്സ് മേക്ക് ഐറ്റംസ് ലൈക്ക് ഗുല്ലക്, നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, ഗുല്ലക്, ബേർഡ് ബാത്സ്, കപ്സ്, പ്ലേറ്റ്സ്, ബൗൾസ് ആൻഡ് ഡെക്കറേറ്റീവ് ഐറ്റംസ്. വൈ ഈസ് ദ പോട്ട് ബേക്ക്ഡ് ഇൻ കിൻ? എന്തിനാണ് ഒരു കിന്നിലിട്ടിട്ട് അതിനെ ബേക്ക് ചെയ്യേണ്ട ആവശ്യം? വെറുതെ ഉണക്കി കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് യൂസ് ചെയ്താൽ പോരെ? Baking the pot in the kiln makes it hard and durable.
വെറുതെ ഉണക്കിയെടുത്തിരിക്കുന്ന പോട്ടുകൾ നന്നായിട്ടൊന്ന് തട്ടി വീണ് കഴിഞ്ഞാൽ തന്നെ പൊട്ടിപ്പോവും. അപ്പൊ അതിനെ സ്ട്രോങ് ആക്കണമെങ്കിലും കുറെ കാലം ഉപയോഗിക്കാൻ പറ്റുന്നതാക്കണമെങ്കിലും അതിനെ കിണ്ണിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കണം. സോ ഇറ്റ് ക്യാൻ ഹോൾഡ് ലിക്വിഡ്സ്. അതിനുശേഷം അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഒഴിക്കുന്ന സമയത്ത്, വെറുതെ ഉണക്കിയതാണെങ്കിലോ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അലിഞ്ഞു പോവും. പക്ഷെ കിണ്ണില് ബേക്ക് ചെയ്തിരിക്കുന്ന പോട്ടില് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും അലിഞ്ഞു പോവില്ല. Activity. Visit a potter in your neighborhood with your parents or elders in the family. നിങ്ങളുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു പോട്ടറിന്റെ അടുത്ത് നിങ്ങൾ വിസിറ്റ് ചെയ്യണം. Observe how the potter works on the stone wheel or potter's wheel. എങ്ങനെയാണ് പോട്ടേഴ്സ് വീലില് വർക്ക് ചെയ്യുന്നത് കണ്ടു മനസ്സിലാക്കണം. ഇനി നിങ്ങളുടെ വീട്ടിന്റെ തൊട്ടടുത്ത് ഒന്നും ഒരു പോട്ടേഴ്സ് പ്ലേസ് ഇല്ലെങ്കിലോ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കി അതിന്റെ വീഡിയോസ് കണ്ടിട്ട് മനസ്സിലാക്കാം. Have you wondered how clay takes a beautiful shape on spinning wheel? നല്ല ഭംഗിയായിട്ടുള്ള ഷേപ്പായി മാറുന്നത് എങ്ങനെയാണ് ഈ സ്പിന്നിങ് വീലില്? നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? Which one of the products made by a potter do you use at home? അപ്പൊ ഇതൊക്കെ നിങ്ങൾക്കുള്ള ആക്ടിവിറ്റീസ് ആണ്. നിങ്ങൾ ഓരോരുത്തരുടെ ഉത്തരം നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ എഴുതണം. Draw some of the products that you have seen at the potter's place in the box given below. അപ്പൊ നിങ്ങളുടെ ആക്ടിവിറ്റി എന്തായിരുന്നു? ഒരു പോട്ടേഴ്സ് പ്ലേസ് പോയി വിസിറ്റ് ചെയ്യാം. അപ്പൊ അവിടെ എന്തൊക്കെയാണോ കണ്ടത് അതിന്റെ ഒരു ഇമേജസ് ഈ ഒരു സ്പേസിൽ വരച്ചു കൊടുക്കണം. ഫോർ എക്സാമ്പിൾ പോട്ട്സ്, ബോട്ടിൽസ്, ജഗ്സ്, പിന്നെ ഇതെന്താണ്? പോട്ടേഴ്സ് വീൽ ആണ്. അങ്ങനെ അങ്ങനെ നിങ്ങൾ എന്തൊക്കെ കണ്ടോ അതൊക്കെ വരയ്ക്കാൻ ശ്രമിക്കാം. മിനി വാസ് too young to use the potter's wheel. മിനി കൊച്ചുകുട്ടിയാണ്. അപ്പൊ പോട്ടേഴ്സ് വീൽ ഉപയോഗിക്കാൻ മിനിക്ക് അത്ര അറിയില്ല. But she helped her grandfather to make patterns on the pots and color them. പക്ഷെ മിനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഗ്രാൻഡ് ഫാദർ ഉണ്ടാക്കുന്ന പോട്ട്സിന്റെ മുകളിലൊക്കെ നല്ല ഭംഗിയുള്ള പാറ്റേൺസ് കൊടുത്തിട്ട് അതിനെ കളർ ചെയ്യാൻ അവൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. Her favorite clay item was her piggy bank. She loved creating beautiful patterns on it. She then used it to save money. Piggy bank എന്തിനാ യൂസ് ചെയ്യാ? പൈസ ഇട്ട് വെക്കാൻ വേണ്ടിയാണ് അല്ലേ? അപ്പൊ മിനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് അവളുടെ പിഗ്ഗി ബാങ്ക് ആണ്. അതിന്റെ മുകളിൽ കണ്ടോ പലതരം പാറ്റേൺസ് ഒക്കെ വരച്ചിട്ട് അതിന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. In what ways do you help your parents and grandparents? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും ഗ്രാൻഡ് പാരൻസിനെയും ഒക്കെ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഹെൽപ്പ് ചെയ്യുക? നിങ്ങൾ ചിലപ്പം വീട്ടില് സാധനങ്ങളൊന്നും വലിച്ചു വാരിയിടാതിരിക്കും, അല്ലെങ്കിൽ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ തിരിച്ചു വെക്കും, പ്ലാന്റ്സിനൊക്കെ വാട്ടർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകി വെക്കും. ഇങ്ങനെ പല പല കാര്യങ്ങളും ഓരോരുത്തരും ചെയ്യായിരിക്കും അല്ലെ? അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. മേക്ക് യുവർ ഓൺ ക്ലേ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്ലേ ഉണ്ടാക്കാൻ പറ്റുമോ? ഡു ദിസ് ആക്ടിവിറ്റി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൽഡേഴ്സ്. എന്താ ചെയ്യേണ്ടത്? കളക്ട് സോയിൽ ഫ്രം വെറ്റ് ഓർ മഡി പ്ലേസസ്. മഡി പ്ലേസസിൽ നിന്ന് കുറച്ച് സോയിൽ കളക്ട് ചെയ്യാം. റിമൂവ് എനി ബിഗ് പെബിൾസ് ഓർ സ്റ്റോൺസ്, സാൻഡ്, ലീവ്സ് ഓർ പാർട്സ് ഓഫ് പ്ലാന്റ്സ് ഫ്രം ഇറ്റ് യൂസിങ് എ നെറ്റ് ഓർ സീവ്. ഒരു നെറ്റോ സീവോ ഒക്കെ യൂസ് ചെയ്തിട്ട് അതിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസിനെയും കളയാം. Put this soil in a flat vessel filled with water. വലിയൊരു വെസലില് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ഈ ഒരു മണ്ണിട്ട് വെക്കുക. After few days, throw away the water that stays on the top. ഈ മണ്ണിന്റെ മുകളിൽ നിൽക്കുന്ന വെള്ളമൊക്കെ ഒഴിച്ചു കളയുക. Now make dough that you can shape into a ball. അതിനുശേഷം അത് നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുക്കുക. അപ്പൊ നിങ്ങളുടെ ക്ലേ റെഡിയാണ്. ഇനി make any two things you like with the clay that you have made. Put it in the sun to dry. ആ ക്ലേ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഷേപ്പ് ഉണ്ടാക്കിയതിന് ശേഷം വെയിലത്ത് വെച്ച് നന്നായി ഉണക്കിയെടുക്കുക. Activity 3. Arrange the images in the correct order by numbering from 1 to 5. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു പോട്ട് ഉണ്ടാക്കുന്ന പ്രോസസ് ആണ്. അപ്പൊ ഈ ചിത്രം നോക്കി ഇതിനെ കറക്റ്റ് ആയിട്ട് എങ്ങനെയാ അറേഞ്ച് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് പോയിന്റ് ആണ് സോയിൽ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ക്ലേ കളക്ട് ചെയ്യുക. അതിനുശേഷം
അതിനെ നന്നായി സീവ് ചെയ്ത് തരിച്ച് വൃത്തിയാക്കി മാറ്റാം. അതിനുശേഷം അത് നീഡ് ചെയ്യുക. അതിനുശേഷം പോട്ടേഴ്സ് വീലില് നന്നായിട്ട് ഷേപ്പ് കൊടുക്കുക. എന്നിട്ട് സൺഡ്രൈ ചെയ്തതിന് ശേഷം കിൻഡിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് കറക്റ്റ് ഓർഡർ. പാറ്റേൺസ് ഇൻ ദ നേച്ചർ. ഉണ്ടാക്കിയിരിക്കുന്ന പോട്ടിന്റെ മുകളിൽ മിനി നല്ല ഭംഗിയായിട്ട് പാറ്റേൺസ് വെച്ച് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ patterns can be found everywhere in the nature, be it spots on a leopard or stripes on a squirrel. Many artists who paint on pots get ideas for their art from nature. Patterns can be formed using shapes and colors from the nature. ഇപ്പൊ ഈ ഒരു ലെപ്പേഡിന്റെ മുകളിൽ കണ്ടോ നിറയെ പ്രത്യേക രീതിയിൽ പുള്ളികൾ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ഈ സ്ക്വിറലിന്റെ മുകളിൽ ലൈൻസ് കണ്ടില്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് പാറ്റേൺസ് എന്ന് പറയുന്നത്. അപ്പൊ വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഈ പാറ്റേൺ ഐഡിയാസ് ഒക്കെ എവിടുന്നാ കിട്ടുന്നത്? മെയിൻലി ഫ്രം നേച്ചർ. ഇങ്ങനെ പ്രകൃതിയിൽ നമ്മുടെ ചുറ്റും കാണുന്ന പല തരത്തിലുള്ള പാറ്റേൺസ് ആണ് അവർ ഒബ്സർവ് ചെയ്തിട്ട് അവരുടെ ചിത്രങ്ങളിൽ യൂസ് ചെയ്യുന്നത്. You must have seen patterns on plants and animals around you. For example, if you observe the leaves on the branches of a tree like the neem, you will find a pattern. അല്ലേ? ഈ ഒരു ഇല നോക്കിയേ, ഇതിന്റെ മുകളിൽ തന്നെ ഒരില, പിന്നെ രണ്ടെണ്ണം നിൽക്കുന്നു, പിന്നെ അടുത്ത രണ്ടെണ്ണം, ഇനി അതിന്റെ മുകളിൽ തന്നെ ഓരോ കുഞ്ഞു കുഞ്ഞു ചിത്രങ്ങളുണ്ട് അല്ലെ? ഇതിനൊക്കെ ഒരു യൂണിഫോമിറ്റി ഉണ്ട്. ഏകദേശം ഒരുപോലെ ഒരേ പാറ്റേണിലാണ് ഇതൊക്കെ ഉള്ളത്. Similarly, patterns can also be seen on some animals like peacock, cat, tiger, butterfly, fish, etc. അത് കൂടാതെ ഇവിടെ ഒരു സീബ്രയുടെ പടം കൊടുത്തിട്ടുണ്ട്. ഈ സീബ്രയുടെ മുകളിലും ലൈൻസ് ആയിട്ട് ഒരു പ്രത്യേക പാറ്റേൺസ് ഉണ്ട്. Activity 4. The following are some patterns with repeating shapes and lines. Look around for patterns on plants. Draw any pattern of a leaf in the given box. നിങ്ങളുടെ വീടിന്റെ ചുറ്റും എവിടെയെങ്കിലും പോയിട്ട് പ്ലാന്റ്സിന്റെ മുകളിൽ അല്ലെങ്കിൽ ലീഫിന്റെ മുകളിലൊക്കെ ഉള്ള ഇതുപോലത്തെ പാറ്റേൺസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഈ ഒരു സ്പേസിൽ അത് വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ലുക്ക് അറൌണ്ട് ഫോർ പാറ്റേൺസ് ഓൺ ആനിമൽസ്. പീകോക്കിന്റെ പീലി, നേരത്തെ കണ്ട പോലെ സീബ്രയുടെ ലൈൻ, ലെപ്പേർഡിന്റെ ഡോട്ട്സ്, അങ്ങനെ പലതും കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഡ്രോയിങ് ഇവിടെ ബുക്കിൽ വരയ്ക്കുക. ആൻഡ് ഓൾസോ ലുക്ക് അറൌണ്ട് ഫോർ പാറ്റേൺസ് ഓൺ തിങ്സ്. ഏതെങ്കിലും വസ്തുക്കളിലുള്ള പാറ്റേൺസും നോക്കി കണ്ടുപിടിച്ചിട്ട് ഇവിടെ വരയ്ക്കാം. ഡെക്കറേറ്റ് ദ ഗിവൺ ഒബ്ജക്ട്സ് വിത്ത് പാറ്റേൺ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒബ്ജക്ട്സിന്റെ മുകളിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് ഏതെങ്കിലും പാറ്റേൺസ് വരയ്ക്കാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് ചിത്രത്തില് ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ പാറ്റേൺ കൊടുക്കാം. സെക്കൻഡില് പാറ്റേൺ ഇങ്ങനെ കൊടുക്കാം. തേർഡ് ഇമേജില് ഇങ്ങനെ പാറ്റേൺ കൊടുക്കാം. ഇത് ഇങ്ങനെ തന്നെ വരയ്ക്കൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള പാറ്റേൺ കൊടുത്തിട്ട് ഈ ഇമേജസ് ഭംഗിയാക്കി മാറ്റാം. Patterns in Indian pottery. These are some beautiful forms of pottery from different parts of India. Take the ones that have patterns on them. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ടാക്കിയിരിക്കുന്ന പല തരത്തിലുള്ള പോട്ട്സ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് പാറ്റേൺ ഏതിലൊക്കെയാണ് കാണാൻ പറ്റുന്നത്? ഇതിൽ കുഞ്ഞു കുഞ്ഞു പാറ്റേൺസ് ഉണ്ടല്ലേ? യെസ്. ഇതിലോ ഉണ്ട് പാറ്റേൺ. കണ്ടോ, ഒരു കുറച്ച് ലൈൻസ്, പിന്നെ ലീഫ് പോലത്തെ ഒരു ഷേപ്പ്, അങ്ങനെയുള്ള പാറ്റേൺസ് ഉണ്ട്. നെക്സ്റ്റ്, ഇതിൽ തൽക്കാലത്തേക്ക് എനിക്കൊരു പാറ്റേണും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇനി നിങ്ങൾ പാറ്റേൺ കാണുന്നുണ്ടെങ്കിൽ ഇതിൽ ടിക്ക് ചെയ്യണം. ഇതില് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമേജസ് ആണ്. ഇനി അടുത്തത്, ഇതില് പോട്ട്സിൽ നിറയെ ഡിഫറെന്റ് പാറ്റേൺസ് ഉണ്ട്. അടുത്തതിലും പാറ്റേൺസ് ഉണ്ട്. നെക്സ്റ്റ് ഇമേജ് വളരെ ചെറുതായതുകൊണ്ട് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ബുക്കിൽ അതിന് പാറ്റേൺസ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ടിക്ക് ചെയ്യാം. By now, you are familiar with pots made of clay. Let us read about bricks. ഇതുവരെ നമ്മൾ പറഞ്ഞത് ക്ലേ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മഡ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പോട്ട്സിനെ പറ്റിയാണ്. ലെറ്റ്സ് റീഡ് അബൌട്ട് ബ്രിക്സ്. ബ്രിക്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിനെ ഇഷ്ടിക എന്ന് പറയും. ബ്രിക്ക് ബൈ ബ്രിക്ക്. വേർ ഹാവ് യു സീൻ ബ്രിക്സ്? നിങ്ങൾ എവിടെയെങ്കിലും ബ്രിക്സ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് കണ്ടിരിക്കുന്നത് എന്ന് എഴുതുക. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ടില്ല എന്നും എഴുതണം. ഹാവ് യു എവർ സീൻ ഹൗ ബ്രിക്സ് ആർ മെയ്ഡ്?
ബ്രിക്സ് ഉപയോഗിച്ച് വീടുണ്ടാക്കുന്നത് കണ്ടു. ഇനി ബ്രിക്സ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ യെസ്, ഇല്ലെങ്കിൽ നോ. Bricks are also made of mud, just like pots prepared by അപ്പൂപ്പൻ. മിനിയുടെ അപ്പൂപ്പൻ പോട്ട്സ് ഉണ്ടാക്കിയതുപോലെ തന്നെയാണ് ബ്രിക്സും ഉണ്ടാക്കുന്നത്. എന്തുപയോഗിച്ചിട്ടാണ്? മഡ് അല്ലെങ്കിൽ ക്ലേ. You must have seen idli, cake, dokla or kulfi molds. ഇഡ്ലി തട്ടുകൾ നമ്മൾ വീട്ടിൽ കണ്ടിട്ടില്ലേ? ഇഡ്ലിയുടെ മാവ് അല്ലെങ്കിൽ ദോശമാവ് ഒരു സ്പൂണിലെടുത്ത് ഈ ഒരു തട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഷേപ്പിലുള്ള ഇഡ്ലീസ് കിട്ടും. അങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കാണ് മോൾഡ് എന്ന് പറയുന്നത്. ടു ഗീവ് ദം their ഷേപ്പ്. അപ്പൊ ഏത് മോൾഡിലാണോ നമ്മൾ ഒഴിക്കുന്നത് അതിന്റെ ഷേപ്പാണ് കിട്ടുക. ഈ ലാസ്റ്റ് ഇമേജിൽ കണ്ടതോ അത് ഒരു ബ്രിക്കിന്റെ മോൾഡാണ്. A brick becomes hard after it is baked in tin. പോട്ട് ഹാർഡ് ആയതുപോലെ തന്നെ ഇവിടെ ബ്രിക്കും കിൻല് ബേക്ക് ചെയ്തിട്ടാണ് ഹാർഡ് ആയിട്ട് മാറുന്നത്. Bricks are used for construction of buildings such as houses, schools, hospitals. അങ്ങനെ പല പല ബിൽഡിങ്സും കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഈ ബ്രിക്സ് ഉപയോഗിക്കും. വീഡിയോയുടെ ലെങ്ത് കൂടി പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഇതിന്റെ ബാക്കി പാർട്ട് 2 ആയി ഇതിന്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ നന്നായി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അടുത്ത പാർട്ട് കാണാം. അപ്പോൾ അടുത്ത പാർട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.